Good morning to all. Good morning, ma'am. Good morning, ma'am. Good morning. Okay, start here, Nanda. Start with prayer, thought of the day, and sign. Good morning, everyone. Prayer. Heavenly Father, thank you for this new day and for the chance to learn. Please bless our teachers, classmates, and all who guide us. Help us focus, listen well, and do our best in everything today. Give us patience, understanding, and a kind heart towards others. May we bring your honor in all we do. Amen. A very good morning to all. It's a true pleasure to welcome you all here today. Welcome Ashwati ma'am for today, and I welcome you all to the session. Thank you. Have a great day. Good morning, everyone. I am Adira. Thought of the day. Education is not the learning of facts, but the training of the mind to think. Albert Einstein. Thank you. Okay. So, Happy New Year to all. Happy New Year, Happy ma'am. New Year, ma'am. Yeah. ഏതൊക്കെയുണ്ട് വിശേഷം സുഖാണോ? സുഖമായി പോകുന്നു അല്ലെ? ഓക്കെ. എന്താണ് സ്ട്രെങ്ത് കുറഞ്ഞു വരികയാണല്ലോ, എന്ത് പറ്റി? ക്ലാസ്സിലിപ്പോ ഇത്രയും സ്ട്രെങ്ത് ഉണ്ടാവാറുള്ളോ? അറിയൂ, റെസ്പോണ്ട് ചെയ്യും. അതെ. ഓക്കെ. അല്ലെങ്കിൽ ന്യൂ ഇയർ ആയിട്ട് തിരക്കാണോ? എങ്ങനെ ഉണ്ടായിരുന്നു ന്യൂ ഇയർ? എങ്ങനെ ഉണ്ടായിരുന്നു ന്യൂ ഇയർ ക്രിസ്മസ് സെലിബ്രേഷൻസ് ഒക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? എൻജോയ് ചെയ്ത എല്ലാവരും? മിണ്ടുന്നില്ലല്ലോ, എന്ത് പറ്റി? സൈലന്റ് ആണല്ലോ. ഒരു സ്പെഷ്യൽ ഉണ്ടായില്ല മാം, ആസ് യൂഷ്വൽ. As usual, normal day, അല്ലേ? ഓക്കെ. പിന്നെ എന്താ ന്യൂ ഇയർ ആയിട്ട് എന്തെങ്കിലും റെസൊല്യൂഷനോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ? എടുത്തിട്ടുണ്ടോ? ഉണ്ടായിരുന്നോ? യെസ് മാം. കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നോ? എല്ലാ കൊല്ലവും ഉണ്ട്. എല്ലാ കൊല്ലം ഉണ്ട്. അതെങ്ങനെയാണ്, നടക്കാറുണ്ടോ? അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യോ? ചിലപ്പോ ഡ്രോപ്പ് ചെയ്യും. കൺസിസ്റ്റൻസി കിട്ടുന്നില്ല. അതാണ് നമ്മുടെ മൈൻഡ് ആണത്, അല്ലെ? അപ്പോ ഈ വർഷം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ആഗ്രഹിക്കുന്ന എല്ലാവരും സാധിക്കട്ടെ. എല്ലാവരും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. ഒരു സക്സസ്ഫുൾ ഇയർ ആകട്ടെ എല്ലാവരുടെയും. ഓക്കെ. ദെൻ പിന്നെ എന്താണ്, ക്ലാസ്സിലൊക്കെ പോയാലോ നമുക്ക്? എന്തെങ്കിലും വർക്ക് അങ്ങനെ ഉണ്ടായിരുന്നോ? Sure. Okay. മിസ്റ്റർ ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? എന്തോ? ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? ബർത്ത്ഡേയോ? എന്താ പറയാ, ഇത്രയും നാള് ചിരിച്ചിട്ട് ഇത്രയും വർഷമായല്ലോ. ഞാൻ എല്ലാ ബർത്ത്ഡേയും ആഘോഷിക്കുന്ന ഒരാളാണ്. അത് ഭയങ്കര സ്പെഷ്യലാണ്. എന്താണെന്നറിയില്ല. അത് ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, എന്തൊരു ഫംഗ്ഷൻ വന്നാലും അല്ലെങ്കിൽ എന്തൊരു സെലിബ്രേഷൻ വന്നാലും ഞാനത് സെലിബ്രേറ്റ് ചെയ്യും. ഇപ്പൊ ക്രിസ്മസ് ആയിക്കോട്ടെ, ഓൺ ആയിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, എന്തുവാണെങ്കിലും സെലിബ്രേറ്റ് ചെയ്യും. കുറച്ചുകൂടെ സ്പെഷ്യൽ ആണ് എന്റെ ബർത്ത്ഡേ. എനിക്ക് കുറച്ചുകൂടെ സ്പെഷ്യൽ ആണ്. കാരണം ഞാൻ പറഞ്ഞു, ഡിസംബർ ആണ്, ക്രിസ്മസ് ആണ്, ന്യൂ ഇയർ ആണ്. അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാനും എൻജോയ് ചെയ്യുന്നു. എന്നാലും അതിലോ സ്പെഷ്യൽ ആണ്. പക്ഷെ ഇത്തവണത്തെ ബർത്ത്ഡേ സംതിങ് മോർ സ്പെഷ്യൽ. കാരണം വെരി ഗുഡ്. എങ്ങനെയുണ്ട് ഫാമിദ? കുറച്ചൊരു സ്പെഷ്യൽ അല്ലേ നമുക്ക് ആ ഒരു ഡിസംബർ 31 എന്ന് പറയുമ്പോ, അല്ലെ? എനിക്ക് എങ്ങനെ തോന്നുന്നു ഇത്തവണ കുറച്ചുകൂടെ സ്പെഷ്യൽ ആയിട്ടോ. എന്താണ്, ഞാൻ പൊതുവേ എന്താണ് കഴിഞ്ഞ കൊല്ലം സ്മാർട്ട് സെയിൽ അങ്ങനെ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബർത്ത്ഡേ ആണെന്ന് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആർക്കും അറിയില്ലായിരുന്നു.
പക്ഷെ ഇത്തവണ എല്ലാവർക്കും അറിയാം, എല്ലാവരും അറിഞ്ഞു. സ്റ്റുഡൻസ് ആയിക്കോട്ടെ എല്ലാവരും അറിഞ്ഞു. ഞാൻ പറയാതെ തന്നെ എല്ലാവരും അറിഞ്ഞു. സോ രാവിലെയും തുടങ്ങിയ വിഷസ് ആയിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഇന്നലെ വരെയും വിഷസ് ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ ക്ലാസ്സിൽ കയറി സ്റ്റുഡൻസ് അവരുടേതായ രീതിയിൽ എന്താണ് വിഷ് ചെയ്തു, വട്ടക്കപ്പാടി വിഷ് ചെയ്തു. ഞാൻ ആകെ 1 നിൽക്കായിരുന്നു. കുറച്ചു നേരം സൈലന്റ് ആയിരുന്നു, എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. സോ അങ്ങനെ പിന്നെ ഇൻസ്റ്റയിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഒരുപാട് മെസ്സേജ് ആയിരുന്നു, ഒരുപാട് വിഷസ്. എല്ലാവരും ഇൻസ്റ്റയില് എനിക്ക് തോന്നുന്നു ഫുള്ള് ഫോളോവേഴ്സ് ആണ്. സോ എല്ലാവരും വിഷ് ചെയ്തു. എനിക്ക് ഭയങ്കര ബ്ലെസ്ഡ് ഫീൽ ആയിരുന്നു. കാരണം ആ ഒരു മൊമെന്റ് എങ്കിലും ടൈം എല്ലാവർക്കും വാല്യബിൾ ആണ്. സോ ആ ഒരു നിമിഷമെങ്കിലും എല്ലാവരും എന്നെ ഓർത്ത് വിഷ് ചെയ്തെങ്കിൽ ഞാൻ എത്രത്തോളം ആലോചിച്ച് നോക്കിയേ ഉണ്ടാവുന്ന സന്തോഷം ആലോചിച്ച് നോക്കി. അതില് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രത്തോളം ഞാൻ ഹാപ്പി ആയിരുന്നു, ഒരുപാട് ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ഇതുവരെ. ഇനി എങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ ഇതുവരെ നടന്നതിൽ അല്ലെങ്കിൽ ഞാൻ ആഘോഷിച്ചതിൽ ഏറ്റവും സ്പെഷ്യൽ ആൻഡ് അൺഫോർഗറ്റബിൾ മൊമെന്റ് ആയിരുന്നു. അത്രത്തോളം എനിക്ക് പ്രഷ്യസ് ആണ്, പറഞ്ഞാൽ തീരില്ല. അത്രത്തോളം ഞാൻ ഹാപ്പി ആയിരുന്നു കേട്ടോ. എനിക്ക് ഇത്രയും സ്നേഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടോ എന്നൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞ 2 ദിവസമായിരിക്കും. ഇത്രയും എന്താ അവര് വെറുതെ ഹാപ്പി ബർത്ത്ഡേ ആണെങ്കിൽ ഓക്കെയാണ്, പക്ഷെ അവർ പറയുന്ന വാക്കുകള് അത് വല്ലാണ്ട് എങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ട്. സോ എന്താ പറയാ, ഈ ഒരു ജോബ് ടീച്ചിങ് കരിയർ എടുത്തതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. സോ ഇത്രയും എനിക്ക് ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസിനെയും കിട്ടി അല്ലേ എന്ന് ആലോചിക്കും. ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ. സോ പറഞ്ഞാൽ തീരില്ല. എല്ലാവരും എന്നോട് ചോദിക്കുന്നു മിസ് ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു. പറയാൻ ഒരേ ഒരു കാരണം എന്താണ്, എല്ലാവരും വിഷ് ചെയ്തു. എല്ലാവരും വിഷ് ചെയ്തു. ഒരുപാട് മെസ്സേജ് എനിക്ക് തോന്നുന്നു എന്തോ 100 കൂടുതലോ 100 താഴെയോ എത്രത്തോളം മെസ്സേജ് വന്നു എന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എത്രത്തോളം എന്നെ വിഷ് ചെയ്തു. സോ ഹാപ്പി. ഓക്കെ, എന്റെ ക്രിസ്മസും എന്റെ ബർത്ത്ഡേ ഇങ്ങനെയാണ് പൊതുവെ അവസാനിക്കുക. ഇയർ എൻഡ് എനിക്ക് എപ്പോഴും സ്പെഷ്യൽ ആണ്. ഓക്കെ, പിന്നെ കിഡ്സ് കിട്ടി. അങ്ങനെ ഓഫീസിലാണെങ്കിലും എല്ലാവരും സർപ്രൈസ് ആണ്, കേക്ക് കട്ട് ചെയ്തു. ഞാൻ പോലും അറിഞ്ഞില്ല, സർപ്രൈസ് ആയിരുന്നു. ഫുള്ള് ഹാപ്പി ആയിരുന്നു. ഇതായിരുന്നു എന്റെ സെലിബ്രേഷൻ, ന്യൂ ഇയർ സെലിബ്രേഷൻ അങ്ങനെ പറയാലോ. ഓക്കെ, നിങ്ങൾ വിഷ് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു കേട്ടോ. താങ്ക് യു love and wishes. ഓക്കെ, ശരിയില്ലേ നിങ്ങള് ചുമ്മാ പറഞ്ഞാണോ ഞാൻ അറിഞ്ഞു. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെന്താണ്, എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? സംസാരിക്കാനുണ്ടോ? ഇല്ല. അപ്പോ എല്ലാവരും നിങ്ങൾ എടുത്തിരിക്കുന്ന കരിയർ എന്താ പറയാ, സാലറി കുറവാണെങ്കിൽ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. സാലറി കുറവാണെങ്കിൽ ടീച്ചിങ് പ്രൊഫഷന് പൊതുവെ സാലറി കുറവാണ്. പക്ഷെ സാലറി കുറവാണെങ്കിലും നമുക്ക് സന്തോഷം തരുന്നൊരു കരിയർ ആണ്, സന്തോഷം തരുന്നൊരു പ്രൊഫഷനാണ്. സന്തോഷം മാത്രമല്ല, ഒരുപാട് സ്നേഹം കിട്ടുന്ന ഒരു പ്രൊഫഷൻ കൂടിയാണ് കേട്ടോ. ഓക്കെ, സോ നിങ്ങളത് ആ മൊമെന്റ് നിങ്ങൾക്കത് മനസ്സിലാവും. അതിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ആ ഒരു ദിവസം നിങ്ങൾക്കത് ഫീൽ ചെയ്യും. അപ്പൊ നിങ്ങൾ എന്നെ ആലോചിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അത്രയും നല്ലൊരു പ്രൊഫഷനാണ്, എൻജോയ് ചെയ്യുക. അറിയാലോ എങ്ങനെയാണ് ടീച്ചർ ആകേണ്ടതെന്നും എങ്ങനെ ടീച്ചർ ആകാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, അത്രയ്ക്കാണ് എനിക്ക് പറയാനുള്ളത്. സോ 2026 നിങ്ങൾക്ക് വളരെ നല്ലൊരു വർഷമാവട്ടെ. എല്ലാവർക്കും ജോബെല്ലാം കിട്ടിയിടാൻ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഓക്കെ, അപ്പോ ഞാൻ വർക്കും തന്നിട്ടില്ല എന്നാണ് പറഞ്ഞതല്ലേ. ക്ലാസ് എടുക്കാൻ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ലല്ലോ, ഉണ്ടോ? ടോപ്പിക്ക് തന്ന ക്ലാസ് എടുക്കോ നിങ്ങള്? ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണ് എനിക്ക് കിട്ടിയ റെസ്പോൺസ് അല്ലെ, കുറവാണ്. ഇപ്പോഴാണ് മനസ്സിലായി, ഇപ്പൊ തന്നെ ഇപ്പോഴല്ല,
എപ്പോഴെങ്കിലും മീൻസ് എടുക്കാം. നെക്സ്റ്റ് ക്ലാസ് തൊഴിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. റെഡിയാണോ? നോക്കാം മിസ്സേ. ആരൊക്കെ റെഡിയാണ്? ആതിര, സജ്ന, പിന്നെ ഞാനിക്കാം ടെക്സ്റ്റ് ചെയ്തേ, പേര് ടെക്സ്റ്റ് ചെയ്തേ നോക്കട്ടെ. ക്ലാസ് എടുക്കാൻ വില്ലിംഗ് ആയവര് ചെയ്യട്ടോ. സിന്ധു ക്ലാസ്സിൽ ഫസ്റ്റ് ടൈം ആണോ? സിന്ധു പവിത്രൻ പേര് കണ്ടതായിട്ടും ഓർമ്മ വരുന്നില്ല. ടീച്ചർ ഞാൻ വർക്ക് ചെയ്യണ ഇപ്പൊ സ്കൂളിൽ വർക്ക് ചെയ്യണ ഒരു സ്കൂളിൽ. അപ്പോഴിപ്പോ വെക്കേഷൻ ആയതുകൊണ്ടാണ് ഇപ്പൊ ക്ലാസ്സിൽ കയറുന്നത്. ഞാൻ റെക്കോർഡഡ് ക്ലാസ് ഒക്കെയാണ് കാണുന്നത്. ആണോ? ഓക്കെ ഓക്കെ. റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? ആ എന്ന് പറയുന്നതിൽ എന്തോ ഉണ്ടല്ലോ, അത് മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നുണ്ട്. ആരൊക്കെയാണ്? ആതിര, സെൻസി. ഓക്കെ, ഫാമിദ വിഷയത്തില്ല. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ഫാമിദ. താങ്ക് യു മാം. ഓക്കെ, അപ്പൊ ഈ രണ്ടുപേരും മാത്രമേ ഉള്ളൂ? ആതിര, സെൻസി, ആരെങ്കിലും ഉണ്ടോ? സച്ചിന റെഡിയാണോ? മാം ചിലപ്പോ ഞാൻ അടുത്ത ആഴ്ച മുതൽ പോയി തുടങ്ങും. അപ്പൊ ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലെങ്കിലോ ഓർത്തിട്ട. ഓക്കെ, ഇന്റേൺഷിപ്പ് ഉണ്ടല്ലേ? മാം ഞാനും ഇന്റേൺഷിപ്പിന് പോകുന്നുണ്ട്. ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് 2 days ലീവ്. മൺഡേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും മാം. അപ്പോ പറ്റില്ല. ഓക്കെ സച്ചിന, ക്ലാസ് സ്ട്രെങ്ത് കുറഞ്ഞു അല്ലേ? എല്ലാരും നന്നായിട്ട് പഠിപ്പിക്കാൻ പോട്ടോ. പഠിപ്പിക്കുക, എൻജോയ് ചെയ്യാട്ടോ. ടെൻഷൻ നടിക്കരുതേ. മാം അല്ലേ? ഓക്കെ, എന്താ അമിതെന്താ പറഞ്ഞ് കേട്ടില്ല? ഞാൻ പോയിട്ട് 1 month ആയിട്ടുള്ളൂ. അപ്പോ എക്സാം ഡ്യൂട്ടി ഒക്കെ ആയിരുന്നു. നെക്സ്റ്റ് ടൈമിൽ എന്നോട് തമിഴ് ഒരു സബ്ജക്ട് എടുക്കുമെന്ന് അവർ ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. സബ്ജക്ട് ഏതാണ്? തമിഴ്. തമിഴ്. ഞാൻ തമിഴ്നാടാണ് മാം. ഓ അങ്ങനെ. ഓക്കെ, എവിടെയാണ്? തമിഴ്നാട് ഗൂഡല്ലൂർ, ഊട്ടി ഭാഗത്ത്. അവിടെയാണ് മീൻസ് എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടത്? എങ്ങനെയാണ് അത് പറയും. ഇവിടെ തന്നെ മാം. ചെറുപ്പം തൊട്ടേ എവിടെയാ. എങ്ങനെ മലയാളം പഠിച്ചു? പറയാൻ മാത്രമേ അറിയുള്ളൂ, വായിക്കാനൊന്നും അറിയില്ല. അച്ഛനമ്മ എല്ലാരും തമിഴ് തന്നെ. അല്ല മലയാളം. അങ്ങനെ മലയാളം. ഓക്കെ, അങ്ങനെയാണ്. ഫാമിലി പാരന്റ്സ് എവിടെയാണോ? നാട്ടിലാണോ? മീൻസ് അവരുടെ വീട് നാട്ടിലാണോ? ഇല്ല, എല്ലാരും ഇവിടെ തന്നെ. എല്ലാവരും ഇവിടെ തന്നെ. അപ്പൊ ഇങ്ങനെ മലയാളം പഠിച്ചു? ഇവിടെ കൊറേ പേരുണ്ട് മാം. അങ്ങനെ മലയാളം പഠിച്ചതാ? ഓഹോ, കൊള്ളാം. ഇങ്ങനെയും മലയാളം സംസാരിക്കോ? ഓക്കെ, എങ്ങനെയാ ജനിച്ചപ്പോ മുതൽ കേട്ട് പഠിച്ചാണോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പഠിക്കണം എന്ന് ആഗ്രഹം കൊണ്ട് പഠിച്ചാണോ? ഇല്ല, ജനിച്ചപ്പോ മുതലേ അങ്ങനെയാണ്. വീട്ടില് സംസാരിക്കും മലയാളം? വീട്ടില് അടുത്ത അയൽവാസികളൊക്കെ നെയ്ബേഴ്സ് ഒക്കെ എല്ലാരും മലയാളം. പിന്നെ തമിഴ് അവര് തനിച്ചുണ്ട്, അവരോട് തമിഴ് പറയും. ഓക്കെ, പക്ഷേ തമിഴാണെന്ന് മലയാളം കേട്ടാ പറയില്ല കേട്ടോ, മനസ്സിലാകില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, തമിഴ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞു അല്ലെ? പെർമനന്റ് ആണോ കവിത? മാം പെർമനന്റ് ആണോ? ഇല്ല, ഇന്റേൺഷിപ്പിന് പോയതാ മാം. അപ്പൊ അവരിങ്ങോട്ട് ചോദിച്ചു. അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. മൺഡേ പോയാലേ ഏത് ക്ലാസ് ആണെന്ന് അറിയുള്ളൂ. ഓക്കെ, അപ്പോ ക്ലാസ് അങ്ങനെയാണെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കാം കേട്ടോ. ടോപ്പിക്ക് തരുന്നില്ല, കാരണം പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം കേട്ടോ.
Unit 11 direct and indirect speech. Okay, notebook എടുക്കുക. Just wait, ഞാൻ എൻ്റെ നോട്ട് നിർത്തട്ടെ. ഓക്കെ, എല്ലാവർക്കും ടെൻസ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ? മറന്നല്ലെങ്കിൽ ടെൻസ് മറന്നാല് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ പറ്റില്ല. ഓക്കെ, സോ നോട്ട്ബുക്ക് എടുക്കാം കേട്ടോ. Take a notebook and write down the heading or chapter name, direct and indirect speech. And draw a table. സ്ക്രീനിൽ കാണുന്ന പോലെ ടേബിള് വെച്ചിട്ട് കുഴപ്പമില്ല, ജസ്റ്റ് അങ്ങനെ എഴുതിയാലും മതി. ജസ്റ്റ് ഡയറക്ട് സ്പീച്ച് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ച് ജസ്റ്റ് അങ്ങനെ ഒന്ന് എഴുതാം, സൈഡിൽ എഴുതി വെക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ പറയുന്നത് മാത്രം എഴുതാട്ടോ, ഒരുപാട് എഴുതുന്നത് ഞാൻ പറയുന്നത് മാത്രം എഴുതാം. എന്നിട്ട് എഴുതിയോ ഡയറക്ട് സ്പീച്ച് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ചിന് രണ്ട് സൈഡിൽ എഴുതാം. ഓക്കെ, ഡയറക്ട് സ്പീച്ചിന്റെ സൈഡില് സിമ്പിൾ പ്രസന്റ് എന്ന് എഴുതാം, സിമ്പിൾ പാസ്റ്റ് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ചില് സിമ്പിൾ പാസ്റ്റ്. ഇതേപോലെ തന്നെ, അതായത് ഈ എക്സാമ്പിൾ എഴുതേണ്ടത് മാത്രം. സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിന് ഹെഡിങ് ആയിട്ട് എഴുതണ്ട, ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് എഴുതാം. ഡയറക്ട് സ്പീച്ചിന് താഴെ സിമ്പിൾ പ്രസന്റ് എന്നും ഇൻഡയറക്ട് സ്പീച്ചിന് താഴെ സിമ്പിൾ പാസ്റ്റ് എന്നും ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് എഴുതാം. സെക്കൻഡ് പോയിന്റ് പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, അങ്ങനെ എഴുതി പോയത് ടേബിളിൽ കാണുന്ന ഹെഡിങ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് പോയിന്റ് ആയിട്ട് നിങ്ങൾ എഴുതി വെക്കാം. മനസ്സിലായോ? ഓക്കെ, ജസ്റ്റ് വെയിറ്റ് സെക്കൻഡ്.
ടീച്ചർ എക്സാമ്പിൾ എഴുതണ്ടല്ലോ അല്ലേ? Okay, എഴുതിയോ? സ്പീച്ചിന് താഴെ സിമ്പിൾ പ്രസന്റ് എവിടെ വരെ എഴുതി? കംപ്ലീറ്റ് ആയോ? പ്രസന്റ് കംപ്ലീറ്റ് ആയോ? പ്രസന്റ് ടെൻസ്. ഓക്കെ, ഇനി സിമ്പിൾ പാസ്റ്റ് സ്പീച്ചിന് താഴെ സിമ്പിൾ പാസ്റ്റ് ആൻഡ് സ്പീച്ചില് പാസ്റ്റ് പെർഫെക്റ്റ്. കുറച്ച് സ്പേസ് വരാം കേട്ടോ. പ്രസന്റ് ടെൻസ് കഴിയുമ്പോൾ ഒന്ന് കുറച്ച് സ്പേസ് വിട്ടിട്ട് പാസ്റ്റിലൊക്കെ എഴുതാം. ഓക്കെ, simple past ചെയ്താ and right side ല് past perfect, then past continuous, right side ല് past perfect continuous, past perfect no change, past perfect ന് change ഒന്നുമില്ല, so there is no change. and past perfect left side ല് എന്താണ് സ്പീച്ചിന് താഴെ എഴുതിയിട്ട് അതിന് നേരെ no change എന്ന് എഴുതാം. no changes in text. no change ചെയ്താലും മതി, നിങ്ങൾക്ക് മനസ്സിലാവും. And the last past tense, last one is past perfect continuous. അവിടെയും സ്പീച്ചിന് താഴെ നേരെയായിട്ട് നോ ചേഞ്ച് നേരിടാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? പാസ്റ്റ് ടെൻസ് കംപ്ലീറ്റ് ആയോ? നിങ്ങൾ നോട്ട് എങ്ങനെ എഴുതി നമുക്ക് ഇത് കാണിച്ചു തരാമോ? ഇങ്ങനെ എഴുതിയത് കറക്റ്റ് ആണോ? ബാക്ക് ക്യാം വെച്ചിട്ട് നോട്ട് ഒന്ന് കാണിച്ചു തരണേ എല്ലാവരും. മിസ് ഒന്നുകൂടെ പറയാമോ? എങ്ങനെയാണ് നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണോ? ഞാൻ പറയുന്ന പോലെ തന്നെയാണ് എഴുതിയത്? എഴുതിയില്ലല്ലോ. എക്സാമ്പിൾ എഴുതിയിട്ടില്ല. മിസ് പറഞ്ഞ ഹെഡിങ് മാത്രം സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് അങ്ങനെ. അങ്ങനെ മതി, എക്സാമ്പിൾ എഴുതണ്ട, ഹെഡിങ് മാത്രം. അതില് സിമ്പിൾ പാസ്റ്റ് അതിന് നേരെ, അതായത് സ്പീച്ചിന് താഴെയായിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് എഴുതാം. സിമ്പിൾ പാസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ എഴുതുമ്പോ റൈറ്റ് സൈഡിൽ എന്താ പാസ്റ്റ് പെർഫെക്റ്റ് എഴുതാം. പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ജസ്റ്റ് വെയിറ്റ്, ഞാൻ ടൈപ്പ് ചെയ്യാം. ഇത് തോന്നുന്നത് കറക്റ്റ് ആയിട്ട്. ഓക്കെ, ഇങ്ങനെ എഴുതാട്ടോ. അതായത് സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് രണ്ട് ടേബിൾ കണ്ടോ? അത് ഒരെണ്ണം ഡയറക്റ്റ് സ്പീച്ചും ഒരെണ്ണം ഇൻഡയറക്റ്റ് സ്പീച്ചും ആണ്. അപ്പൊ ഡയറക്റ്റ് സ്പീച്ചിന് താഴെ ഇങ്ങനെ എഴുതാം, ഇൻഡയറക്റ്റ് സ്പീച്ചിന് താഴെ ഇങ്ങനെ എഴുതാം. എഴുതുമ്പോ രണ്ടും നേരെ ആയിരിക്കണം. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് ഒക്കെ കറക്റ്റ് നേരെ തന്നെ വരണം കേട്ടോ. അല്ലാതെ എവിടെയോ എവിടെയോ കൊണ്ടുപോയി എഴുതരുത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചർ എഴുതാം.
Simple future. Simple future എങ്ങനെ എഴുതാം? Simple future in the past എന്ന് എഴുതാം. ഇംഗ്ലീഷ് സ്പീച്ചിന് നേരെ താഴെയായിട്ട് എഴുതാം. Simple future in the past. അതുപോലെ future continuous future continuous in the past അങ്ങനെയാ വരാട്ടോ. അല്ലാതെ ടെൻസിലേക്ക് മാറ്റങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ simple future in the past, future continuous in the past, future perfect എന്താകും? Future perfect in the past, future perfect continuous, future perfect continuous in the past എന്ന് വരും. അതാണ് വ്യത്യാസം കേട്ടോ. എഴുതി കഴിയുമ്പോൾ show me your notes. Okay? Complete ആയോ? കംപ്ലീറ്റ് ആകുമ്പോൾ ഈ നോട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് എഴുതിയതെന്ന് അറിയാൻ വേണ്ടിയാണേ. ടീച്ചർ ഞാൻ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് Okay, can you want to speak? ഇത് ക്ലിയർ ആവുന്നില്ല. ഞാൻ ജസ്റ്റ് പിന്നെ ഇടാം കേട്ടോ. Yeah, okay. Straight ആണ് വെക്കുന്നത്. Yeah, okay, clear. Yeah. Okay, ബാക്കിയെല്ലാം കഴിഞ്ഞോ? ഇത് കഴിഞ്ഞോ? See now, just wait. കാണാമോ? Yeah, okay, straight on. Okay, see now, clear. Okay, അപ്പൊ എല്ലാവരും ഇതേപോലെ തന്നെയല്ലേ എഴുതിയത്? ആണോ? കഴിഞ്ഞോ? Is it finished? Yeah, okay, clear. അപ്പോ എന്താണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്? റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയും കേട്ടോ. ഓക്കെ, നിങ്ങൾ ഇനി റിപ്പോർട്ട് സ്പീച്ചിനെ കേട്ടണ്ട, അത് തന്നെയാണ് സംഭവം. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം മറ്റൊരാളോട് പോയി റിപ്പോർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണോട് പറയുന്ന ഒരു കാര്യം സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സണോട് പോയി റിപ്പോർട്ട് ചെയ്യുന്നതാണ് എന്ത് റിപ്പോർട്ട് സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ക്ലിയർ? മനസ്സിലായോ? അപ്പൊ ഞാൻ പറയാണ് നിങ്ങക്ക് സുഖാണോ? ഞാൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യും? ക്ലാസ്സിൽ ഇല്ലാത്ത ഒരു കുട്ടിയോട് പോയി പറയും. റിപ്പോർട്ട് സ്പീച്ച്.
ടീച്ചർ ചോദിച്ചു സുഖമാണോ എന്ന് ചോദിച്ചു എന്ന് പറയും അല്ലെ. അതാണ് എന്ത് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത്. ഒരു പേഴ്സണോട് പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ അതില് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വരാ, പ്രണോട് മാറ്റം വരുന്നുണ്ടോ, അതിൽ അവിടെ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും വേർഡ്സിന് മാറ്റങ്ങൾ വരുന്നുണ്ടോ, അതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഡയറക്ട് സ്പീച്ചില് പ്രണൗൺസിൽ ചേഞ്ചസ് വരുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? ഡയറക്ട് സ്പീച്ചില് ഐ ആൻഡ് യു എന്താകും? ഹി ഓർ ഷീ ആകും. me and you, him or her. my and your, his or her. ഓക്കെ, ഈ ടേബിൾ എല്ലാവരും പഠിക്കണം കേട്ടോ. ടെക്സ്റ്റിലെ ടേബിൾസ് എല്ലാം പഠിക്കുക. അതുപോലെ തന്നെ ഞാൻ നോട്ട് തന്ന ടേബിളും പഠിക്കേണ്ടതാണ്. Then adverbs, അല്ലെ, ടൈം ആൻഡ് പ്ലേസ് വരുന്ന മാറ്റങ്ങൾ നോക്കി. Now, ഡയറക്ട് സ്പീച്ചിലെ now. I'm writing notes now. അല്ലെങ്കിൽ I'm going there now. എന്ന് പറയുന്ന നമ്മളൊരു ഞാൻ പറയുന്നൊരു കാര്യമാണ് അല്ലെ. ഇപ്പോ ഞാനിപ്പോ നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാ? I'm teaching now. I'm teaching English right now. എന്ന് ഞാൻ നിങ്ങളോട് പറയാണ്. സോ നിങ്ങൾ എന്ത് പറയും? നിങ്ങളത് മൂന്നാമതൊരാൾക്ക് പറയും ടീച്ചർ പഠിപ്പിക്കുകയായിരുന്നു അല്ലെ. ടീച്ചർ അപ്പോ പഠിപ്പിക്കുകയാണെന്ന് പറഞ്ഞു എന്നാ പറയാ അല്ലെ. ഒരിക്കലും now ഇപ്പോൾ എന്ന കാര്യം നമ്മൾ പറയോ? ടീച്ചർ അപ്പോൾ പഠിപ്പിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു എന്നല്ലേ പറയാ. ഇപ്പോൾ എന്ന് പറയോ? ഇല്ല. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ മാറും. now എന്താകും? then ആകും. Now changed into then, and ago, before, today, that day, tonight, that night, the day after, the day before yesterday, 2 days before, tomorrow, the next day or the following day, the day after tomorrow in 2 days time, next week or month, the following week or month, the previous week or the previous month, last week or last month, an hour ago, an hour before or earlier, here, there, this, that, this, these, that's any, that's those are the mistake on it. This, these, them. അപ്പോ ഇങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരാം. അതേപോലെ തന്നെ ടെൻസസിന് മാറ്റം വരുന്നുണ്ട്. ആ ടെൻസ് ആണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. പറഞ്ഞുതരാട്ടോ കറക്റ്റ് ആയിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇല്ല, ബന്ധമില്ല എന്ന് തോന്നുന്നു അല്ലെ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ എഴുതണം. എക്സാമ്പിളിലൂടെ മാത്രമേ നമ്മൾ പഠിക്കൂ. അപ്പോ ഡയറക്ട് സ്പീച്ച് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. Meera said, ഇതിന്റെ കൊട്ടേഷൻ മാർക്കൊക്കെ വരും കേട്ടോ. ഇനിയാണ് നോർമലി നമ്മൾ ചോദിക്കാം. Meera said, Meera said, I sing a song. I sing a song. Meera said, I sing a song. Meera പറഞ്ഞു ഞാൻ പാട്ട് പാടുകയാണ്. ഒരിക്കലും ഡയറക്ട് സ്പീച്ച് മലയാളത്തിൽ പറയാൻ പാടില്ല കേട്ടോ. ഞാനിപ്പോ പറഞ്ഞു ഓക്കെ, പക്ഷെ ഡയറക്ട് സ്പീച്ച് നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റും. ഇൻഡയറക്റ്റിന് മലയാളത്തിൽ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഒരിക്കലും ഇൻഡയറക്റ്റ് മലയാളത്തിൽ നമ്മൾ കൺവേ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അല്ലെങ്കിൽ ഡയറക്റ്റ് പറയാം, സിമ്പിൾ ആണ്. മീര പറഞ്ഞു ഞാൻ പാട്ട് പാടുകയാണ്. ഓക്കെ, ക്ലിയർ? ഇനി ഇതിനെങ്ങനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യും? അറിയോ? Meera said that she sang a song. പറയാം.
ബാക്കി എല്ലാവർക്കും മനസ്സിലായോ? ഇല്ല. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കും. മീര said, I sing a song. ഓക്കെ, നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്താണ്? അവൾ പറഞ്ഞൊരു കാര്യമാണ് അല്ലെ? അവൾ പറഞ്ഞു, എന്താ പറഞ്ഞ? ആ പറഞ്ഞ കാര്യത്തെയാണ് നമുക്ക് എന്താണ്, ആ ആക്ഷനാണ് നമുക്ക് ഇൻഡയറക്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റേണ്ടത്. അപ്പൊ ഐ സിംഗ് എ സോങ് എന്ന് പറയുന്ന ആ ഒരു സെന്റൻസ് ഏത് ടെൻസ് ആണ്? പ്രസന്റ് ടെൻസ്. Present tense. പ്രസന്റ് ആണ്. ഓക്കെ, പ്രസന്റില് 4 ആക്ഷൻസ് ഉണ്ടെന്ന് അറിയാലോ. അപ്പൊ ഏതാണ്? പാസ്റ്റ് ടെൻസ് വരണം. അങ്ങനെയല്ല, Simple present. സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ, പ്രസന്റ് ടെൻസിൽ തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ ആ സെന്റൻസ് പറയാൻ വേണ്ടി യൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഐ സിംഗ് എ സോങ് എന്ന് പറയുന്ന ആ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇനി നിങ്ങളുടെ നോട്ട്ബുക്കില് ഞാനൊരു ടേബിൾ തന്നു അല്ലെ? അതില് സിമ്പിൾ ഈ പാസ്റ്റിലേക്ക് സിമ്പിൾ വരണം. പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലേക്ക് വരണം. സാധനം വരണം. യെസ്, സിമ്പിൾ പ്രസന്റ് എങ്ങോട്ടേക്ക് മാറണം? സിമ്പിൾ പാസ്റ്റിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പൊ എങ്ങനെ വരും? ഇന്നുള്ളത് സാധനമായിട്ട്. ഓക്കെ, അപ്പൊ ആ സെന്റൻസിൽ നമ്മള് പാസ്റ്റിലേക്ക് മാറ്റണം എന്ന് മനസ്സിലായി. സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. അവിടെ ഐ, നമുക്ക് ഐ പറയാൻ പറ്റുമോ? നോ. സബ്ജക്റ്റിന് മാറ്റം വരുമല്ലോ അല്ലെ? പ്രൊണൗണിന് ചേഞ്ച് വരുന്നുണ്ട്. ഐ എന്താകും? ഷീ ആവും. ഷീ ആകും. മീര ആയതുകൊണ്ട് അത് ഷീ ആകും. ഓക്കെ, അപ്പൊ ഒന്ന് ചേഞ്ച് നോക്കി. ഇനി എന്താ? മീര സെഡ് എന്നവിടെ പറഞ്ഞേ. മീര എന്താ പറഞ്ഞേ? മീര സെഡ് that എന്ന് റിപ്പോർട്ട് She sang a song. Yes, Meera said that she sang a song. That's all. Clear? മനസ്സിലായോ? Yes. അപ്പൊ സെന്റൻസിലെ ടെൻസ് നോക്കിയതിനു ശേഷം ആ ടെൻസ് ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ എഴുതാം. He said, I write a letter. He said, I write a letter. He said that he wrote a letter. Okay. എല്ലാവരും ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റിന് ആൻസർ എല്ലാവരും ഒന്നിനും ടെക്സ്റ്റ് ചെയ്യാൻ എനിക്ക് പറയും. എല്ലാവരും പറയാം. ഞാൻ ഒരാൾ പറയുന്നത് കറക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ലല്ലോ അല്ലെ? സോ എനിക്ക് ആൻസർ കിട്ടണം കേട്ടോ. എല്ലാവരും പറയാ അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം. ടെക്സ്റ്റ് ചെയ്യാൻ ആൻസർ. He says, I write a letter. എന്തായിരിക്കും? He said that he wrote a letter. Okay. He said that. Asina subject line. He said he wrote a letter. Yeah, he wrote a letter. He said that he wrote a letter. Okay. അപ്പൊ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറുന്നു. He said that he wrote a letter. Clear? മനസ്സിലായി? They said that we play cricket. They said that they played cricket. Okay.
They said that they played cricket. We എന്താകും? They ആകും കേട്ടോ. അപ്പൊ I എന്താണ്? He or she യിലേക്ക് മാറും. We they ആകും. You തന്നെയാണ് കേട്ടോ മാറ്റം. ഓക്കെ, you തന്നെയാണ്. Clear? അപ്പൊ ഇതാണ് എന്ത്? സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയാനില്ല. They said he goes to school. They said that he went to school. Yeah, okay. They said he goes to school. Change it to does fish. Or we can say ആൻസർ ടെക്സ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പറയാം. മനസ്സിലായില്ല? എന്താണ് നീ മിണ്ടാത്തെ? ന് മാറ്റങ്ങളൊന്നും വരില്ല. തന്നെയാണ്. He ആണ്. ഹീക്ക് ചേഞ്ചസ് ഉണ്ടോ? ഒന്നുമില്ല. ഹീ തന്നെയാ. They said that he goes എന്താകും? ഗോസിന് മാത്രം ടെൻസ് മാറ്റേണ്ടി ഉള്ളൂ അല്ലെ? V1 ആയതുകൊണ്ട് അത് V2ലേക്ക് മാറ്റണം, പാസ്റ്റിലേക്ക് മാറ്റണം. He went to school. ഇത്രയേ ഉള്ളൂ. They said that he went to school. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയൂ കേട്ടോ. ക്ലിയർ ചെയ്യാം നമുക്ക്. Okay, clear? Then Sam said, I'm happy. Sam said, I'm happy. ടെൻസ് അറിയാമെങ്കിൽ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി ആ ടേബിൾ പറഞ്ഞാണ്. സോ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഓൾറെഡി ടെൻസ് അറിയാം. ഞാൻ ആ ടേബിൾ തന്നു. അപ്പൊ ഇങ്ങോട്ടേക്ക് മാറും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അത് ചേഞ്ച് ചെയ്ത് നോക്കിയേ. Sam said, I'm happy. Sam said that he was happy. Sam said that he was happy. Okay, Sam said that he was happy. എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് ഇങ്ങോട്ടേക്ക് മാറി, പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറി. അപ്പൊ അയാം എന്നുള്ളത് എന്തായി? ഹി വാസ് ആയി. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ സെഡ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. സം സെഡ് അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് അങ്ങനെ ഒരു ചിലപ്പോ I'm playing cricket. ഇനിയിപ്പോ I'm playing cricket എന്ന് ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കും. ജസ്റ്റ് ഒരു സെന്റൻസ് മാത്രമാണ്. നിങ്ങളോട് പറയാണ് അത് ഇല്ലാണ്ടിലേക്ക് മാറ്റാൻ പറയാണ്. ഞാൻ അങ്ങനെ മാറ്റും, ഇങ്ങനെ ചേഞ്ച് ചെയ്യും. നിങ്ങൾക്ക് ഐക്ക് പകരം അവിടെ he or she യൂസ് ചെയ്യാൻ പറ്റും. he or she ഇത് യൂസ് ചെയ്താലും മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, എക്സാമ്പിൾ സപ്പോസ് ഇങ്ങനെ വരികയാണെങ്കിൽ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ നോക്കിയിട്ട് ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആൻസർ വെച്ചാൽ അത് ടിക്ക് ചെയ്യാം. ഹിയോ ഷിയോ എങ്ങനെയാണെങ്കിലും ആവാം. ആൻസർ ഏതാണെന്ന് നോക്കാം, ടിക്ക് ചെയ്യാം. ക്ലിയർ? അപ്പോ ആരാണ്? he said എന്നൊക്കെ പറഞ്ഞാലാണ് അത് മെയിൽ ആണോ ഫീമെയിൽ ആണോ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാം. സോ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു സെന്റൻസ് മാത്രം അറിയില്ല, നമുക്ക് അങ്ങനെ എഴുതാം കേട്ടോ.
He or she played cricket. Correct. He or she played cricket. എങ്ങനെയാണോ? No. Mistake ആണ്. Was playing cricket. അല്ലേ ടീച്ചർ? Yeah. Present continuous ആണ്. അത് past continuousലേക്കാണ് മാറാ. So we can use the auxiliary or a past auxiliary was. He was playing cricket or he or she was playing cricket എന്ന് വരും. Was playing ആണ് ട്ടാ. He played എന്ന് യൂസ് ചെയ്യുന്ന നമ്മുടെ സിമ്പിൾ പ്രസന്റിലാണ്. മീൻസ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറും. പ്രസന്റ് കണ്ടിന്യൂസ് എന്താ പാസ്റ്റ് കണ്ടിന്യൂസിലേക്കാണ് ചേഞ്ച് ആകുക. സോ ഞാൻ തന്ന നോട്ടിലെ ടേബിൾ നന്നായിട്ട് പഠിക്കാം. ക്ലിയർ? He was or he or she was playing cricket എന്ന് വരും. Then they said we are writing a letter. They said we are writing a letter. എല്ലാവരും ആൻസർ ടെക്സ്റ്റ് ചെയ്തേ, എല്ലാവരും. എന്നിട്ട് ഞാൻ കറക്റ്റ് ആൻസർ പറയുള്ളൂ. ടെക്സ്റ്റ് ചെയ്യൂട്ടാ എല്ലാവരും. ഓക്കെ, ഞാൻ ആരൊക്കെ ടെക്സ്റ്റ് ചെയ്യാനുള്ള? അശ്വതി, then Kamaru, then Sindhu. Yeah, Sindhu. Okay, Ashwati, text you, text your answer, and then Kamaru also text your answer. Okay, Ashwati class le. Ashwati. Okay, apo this said we are writing a letter. The present continuous tense. So we change it into past continuous tense. We endagum. We change it into they and are. Present auxiliary are changed into were. Oh, answer in the. They said that they were writing a letter. They said that they were writing a letter. Clear? മനസ്സിലായോ? Simple present and present continuous tense clear ആയോ? ഒരുപാട് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് അത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. എക്സാംസിലൂടെ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ. അതുകൊണ്ട് ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കാം. ഞാൻ തന്നെ നോട്ട് നന്നായിട്ട് വായിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ചെയ്യാം, ഞങ്ങളോട് പഠിക്കുകയും ചെയ്യാം. ക്ലിയർ? ഓക്കെ, അപ്പോ സിന്ധുവിനൊക്കെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ടീച്ചർ, സിന്ധു റെക്കോ ക്ലാസ് കാണുന്ന ആളാണ്. ഫസ്റ്റ് ടൈം ആണ് എന്ന് തോന്നുന്നു ലൈവ് ക്ലാസ്സിൽ. ആണോ? ഫസ്റ്റ് ടൈം ആണോ? അല്ല, ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ഞാൻ ടീച്ചറിന്റെ ക്ലാസ്സിലുണ്ടായിരുന്നു.
പിന്നെ ജൂലൈ തൊട്ടാണ് ഞാൻ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ അതിനുശേഷം പിന്നെ ക്ലാസ് ഓൺലൈൻ ക്ലാസ്സിന് കയറാൻ പറ്റിയിട്ടില്ല. ഓക്കെ, എന്താണ് റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? കുറച്ച് ബെറ്റർ ഏതാണ്? സിന്ധുവിന്റെ ഒപ്പീനിയൻ എന്താ? റെക്കോർഡഡ് ക്ലാസ് ആകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ട് ടീച്ചറിനോട് ഡൗട്ട് ഒന്നും ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. ഓൺലൈൻ ക്ലാസ് ആകുമ്പോഴത്തേക്കും നമുക്ക് അപ്പോഴും തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ മറ്റേ ഗ്രാമറൊക്കെ ആണെങ്കിൽ നമുക്ക് അപ്പോഴും തന്നെ ടീച്ചർമാരുടെ ചോദിച്ചാലേ അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ കുറച്ചൊക്കെ വായിച്ച് എക്സാമിന് ഞാൻ പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് എടുത്തപ്പോൾ എനിക്ക് കുറെ ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരുവിധമൊക്കെ ഓക്കെ ആക്കി. ഗ്രാമർ ഓക്കെ ആണോ? ഡൗട്ട് ചോദിക്കണോട്ടോ. അല്ല, ഞാൻ BA ഇംഗ്ലീഷ് ആയിരുന്നു ടീച്ചർ. അപ്പൊ എനിക്ക് ഗ്രാമർ കുഴപ്പമില്ല, ഓക്കെയാണ്. പിന്നെ ക്ലോസ് ഉണ്ടല്ലോ, കണ്ടീഷണൽ ക്ലോസിന്റെ ഒരു ഭാഗം വരുമല്ലോ, ഫ്രൈസ്, നൗൺ ഫ്രൈസ്, അഡ്ജക്റ്റീവ് ഫ്രൈസ്, അത് വരുമ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതാണ് എനിക്ക് മനസ്സിലാവാത്തുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഞാൻ സ്കൂളിൽ തന്നെ ക്ലാസ് എടുക്കുന്നതായതുകൊണ്ട് എനിക്ക് അറിയാം, ഈ റിപ്പോർട്ടർ സ്പീച്ചും ഇതൊക്കെ. അതുകൊണ്ട് കുറച്ച് കുഴപ്പമില്ല. ഓക്കെ, ക്ലോസ് നമ്മളെന്തെങ്കിലും റിവിഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ ജോജിയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ ടീച്ചർ. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്തു. ബാക്കി സ്റ്റുഡൻസിനോടൊക്കെ ഒന്ന് പറയാം കേട്ടോ. ഡൗട്ട് ഉണ്ടാകാം, ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ എല്ലാ ക്ലാസ്സിൽ ജോയിൻ ചോദിക്കാനെങ്കിൽ പറയൂ. അപ്പൊ നന്നായിട്ട് പഠിക്കൂട്ടോ എല്ലാവരും. ഇന്നത്തെ പോർഷൻസ് എല്ലാം നന്നായിട്ട് തന്നെ നോക്കിയിട്ട് വരാം. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? സൈൻ ഔട്ട് പറയൂ കേട്ടോ. എന്താണ് സൈൻ ഔട്ട് ഇല്ല? Thank you, Ashwini ma'am, for today's class. It was very informative and helpful. With gratitude to you and all my friends, I am signing out now. See you all in the next class. Thank you all. Thank you, ma'am. ഞാൻ സൈലന്റ് ആണല്ലോ, എന്താണ് വിചാരിച്ചിരിക്കുകയാണ്. അതെല്ലാം പിള്ളേര് വീട്ടിലുള്ളതുകൊണ്ട് ആകെ ഒരു ഡിസ്റ്റർബ് ആണ്. അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റണില്ല, അതുകൊണ്ടാ. ആണോ ചേച്ചി? അല്ല, മക്കള് വീട്ടിലിരിക്കണോണ്ട് മൊത്തത്തിലൊരു ഒച്ചപ്പാടും ബഹളമൊക്കെ, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ വൺഡേ കഴിഞ്ഞാല് ബഹളം ക്ലാസ് കഴിഞ്ഞു അല്ലേ? ഓക്കെ, സോ ഓക്കെ, അപ്പോ okay, thank you all. See you on the next class and bye to all. Thank you. Thank you, ma'am.